നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന എടപ്പാളിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം ചോയ്സ് വെഡ്ഡിംഗ് കാസൽ. ആഘോഷങ്ങളിൽ അണിയാൻ പുതു ട്രെൻഡിലും ഫാഷനിലും വിസ്മയിപ്പിക്കുന്ന കളക്ഷനുകളുമായി ചോയ്സ് വെഡ്ഡിംഗ് കാസൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മികവുറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ചോയ്സ് വെഡ്ഡിംഗ് കാസൽ ഉറപ്പു നൽകുന്നു. ചോയ്സ് വെഡ്ഡിംഗ് കാസൽ, എടപ്പാൾ. കേന്ദ്ര അവഗണനക്കെതിരെ പോരാട്ടം ശക്തമാക്കണമെന്ന് NGO യൂണിയൻ പൊന്നാനി ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. കേന്ദ്ര അവഗണനക്കെതിരെ പോരാട്ടം ശക്തമാക്കണമെന്ന് കേരള NGO യൂണിയൻ പൊന്നാനി ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. കേരളത്തിന് അർഹതപ്പെട്ട സാമ്പത്തികാനുകൂല്യം നൽകാതെ കേരളത്തിനെതിരെ സാമ്പത്തിക അടിയന്തരാവസ്ഥ സൃഷ്ടിച്ച് വികസന പ്രവർത്തനങ്ങൾക്കും പാവപ്പെട്ടവർക്ക് ക്ഷേമാനുകൂല്യങ്ങൾ നൽകുന്ന പദ്ധതികൾക്കും തുരങ്കം വെക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾ തിരുത്തണമെന്നും അതിനായി ജീവനക്കാരും പൊതുസമൂഹവും രംഗത്തിറങ്ങണമെന്നും സമ്മേളനം ആഹ്വാനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് T ജമാലുദ്ദീൻ പതാക ഉയർത്തിയതോടെ സമ്മേളന നടപടികൾ തുടങ്ങി. ഏരിയ സെക്രട്ടറി CP അജേഷ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ PK ലില്ലി കഴിഞ്ഞ വർഷത്തെ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. സംസ്ഥാന സമിതി അംഗം A രതീശൻ ഉദ്ഘാടനം ചെയ്തു. PP ശശികുമാർ അധ്യക്ഷത വഹിച്ചു. T മുരളി പ്രമേയം അവതരിപ്പിച്ചു. പുതുതായി തെരഞ്ഞെടുത്ത സെക്രട്ടറി CP അജേഷ് ഭാവി പ്രവർത്തനങ്ങൾ അവതരിപ്പിച്ചു. യൂണിയൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സുനിൽ കുമാർ സംബന്ധിച്ചു. ഭാരവാഹികളായി T ജമാലുദ്ദീനെ പ്രസിഡന്റായും C അജേഷിനെ സെക്രട്ടറിയായും K ഉഷാകുമാരി T മുരളി എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും PT ശശികുമാർ സുമി MV എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും തെരഞ്ഞെടുത്തു. കോൺട്രിബ്യൂട്ടറി പെൻഷനെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ടൊരു നിലപാടിലോട്ട് 2013 ഇവിടെ കോൺട്രിബ്യൂട്ടറി തുടങ്ങിയതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന് ശേഷം ഏതാണ്ട് 2014 ഇതിനകത്ത് 5 കൊല്ലം നമ്മളുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് 7-8 കൊല്ലത്തോളമായിട്ട് ഈ കോൺട്രിബ്യൂട്ടറി പെൻഷനിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്കിൽ കൂടി ഈ വൈകിയ വേളയിലാണെങ്കിൽ കൂടി ഒരു ഗവൺമെന്റിന് ബോധ്യം വന്നു ഇത് ശരിയല്ല, ഇതിൽ എന്തെങ്കിലും ചെയ്യണോ എന്നുള്ളൊരു രീതിയിലുള്ള തീരുമാനം ഈ ബഡ്ജറ്റിൽ നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി വളരെ ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ കോൺട്രിബ്യൂട്ടറി പെൻഷനെ ഇപ്പൊ ഫണ്ടടച്ചിട്ടിരിക്കുന്ന ജീവനക്കാർക്ക് ചെയ്യാൻ പോകുന്നതെന്ന് വിശദീകരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഈ നമ്മളുടെ മറുപടിയിൽ അതിനെക്കുറിച്ചൊരു എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പോഴും അതിൻ്റെയൊക്കെ ചില ഇന്റർവ്യൂ ഒക്കെ കണ്ടാൽ തോന്നും വീണ്ടും ഒരു കമ്മീഷനെയൊക്കെ വെച്ച് ഇതിങ്ങനെ ഒരു 3 കൊല്ലം കൂടി തള്ളിക്കൊണ്ട് പോകാനുള്ള പരിപാടിയാണോ എന്ന് സംശയം തോന്നുന്നു.